അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. സന്മനസ്സുകൊണ്ട് പുണ്യം നേടുന്ന കുറേ ആളുകളുണ്ട്. സന്മനസ്സുകൊണ്ട് പുണ്യം വാരിക്കൂട്ടി ഒരുപാട് സമ്പാദിക്കുന്ന ആൾ. ഒരു സാമ്പത്തിക ബാധ്യത ഇല്ലാത്തതിന് ഓരോ ദിവസവും കുറേ ആളുകൾ നമ്മുടെ നാടുകളിൽ സമ്പന്നരാവുന്നുണ്ട്. ദുനിയാവിലല്ല, ആഖിറത്തിൽ. അവരതിൽ മുതൽ മുടക്ക് നല്ലൊരു മനസ്സാണ്, മനസ്സിനുള്ളിലൊരു തേട്ടാണ്. സത്യത്തിൽ സാമ്പത്തികമായിട്ടൊരു മുടക്കില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ കിടന്നാലും ഇരുന്നാലും നടന്നാലും ഏത് സമയത്തും ആർക്കും ചെയ്യാം. ഒരു നല്ലൊരു മനസ്സുണ്ടായി ആ മനസ്സനുസരിച്ച് ഉള്ളിൽ നിന്നൊരു തേട്ടം, ഒരു പ്രാർത്ഥന, പഠിച്ചവനെ ഒരു നന്മ ചെയ്യണം എനിക്ക് എന്നുള്ള ഒരു പ്രാർത്ഥന ഒരു മനസ്സിലുണ്ടായാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് കിടക്കുമ്പോഴത്തേന് ഒരുപാട് നന്മകൾ നമ്മളെ തുലാസിൽ എഴുതി ചേർക്കാൻ കിട്ടും. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരൻ നമ്മളെ ഓഫീസിൽ വന്നു. മാസ്ക് ഇട്ടൊക്കെ വന്നത്, ശ്വാസം നിൽക്കാതെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അസാധ്യമായ ശ്വാസം മുട്ടൽ. വളരെ ചെറുപ്പക്കാരൻ. ഒരു കെട്ട് കടലാസ് എടുത്തു വന്നു. അപ്പോൾ ഞാനൊന്നും നോക്കാതെ വേഗം ഡോക്ടർക്ക് വിടാൻ പറഞ്ഞു. ഡോക്ടർ നോക്കി. ഡോക്ടറിന് വന്നിട്ട് പറഞ്ഞു, ഇത് ഒരു വലിയ പ്രയാസമുള്ളൊരു രോഗമാണ്. ഇനി ഈ സഹോദരനെ അധ്വാനിച്ച് കുടുംബം പുലർത്താൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കണം അതൊക്കെ ചെയ്തു കൊടുക്കണം, അതാണ് നല്ലതെന്ന് ഡോക്ടറിൻ്റെ സീറ്റ് തിരിച്ച് പുറത്ത് വന്നിട്ട് പറയുക ചെയ്ത്. അപ്പോൾ ഒരു പൈസ എടുത്തു കൊടുത്തു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീട്ടിലേക്ക് വരാനാണ്. ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് ഡോക്ടർ പോയി, ഇവിടെ ഓക്സിജൻ കൊടുക്കാനുള്ള സംവിധാനം ഇല്ല, പറ്റെങ്കിലും ആസ്പത്രി പോയിക്കോളി, എന്താ വേണ്ടി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. പക്ഷെ കൂടുതലൊന്നും സംസാരിക്കാനും കേൾക്കാനും പറ്റിയില്ല. അപ്പോഴാണ് കുറച്ച് ദൂരത്തുനിന്ന് ജോലി ആവശ്യാർത്ഥം ഒരു 100-125 കിലോമീറ്റർ അപ്പുറത്ത് ഇവിടെ 4 കൊല്ലമായിട്ട് താമസിക്കുന്ന സഹോദരന് രോഗം കൂടി വല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പാടില്ല, കൂട്ടും കുടുംബമൊക്കെ വേണം, ഒറ്റയ്ക്ക് കിടക്കരുത്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ എപ്പോഴും തണുപ്പാണ്, തണുപ്പിലിത് പറ്റൂല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുടുംബം ഇങ്ങോട്ട് മാറ്റണം, അല്ലാതെ നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് താമസിക്കാനേ പാടില്ല. അപ്പോഴാണ് മക്കളെ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് ചേർത്തി ഇവിടെ ഒരു വാടക വിട്ട് താമസിക്കുന്നത്. ആ സമയത്താണ് സഹോദരൻ്റെ അസുഖം ഇടയ്ക്കിടയ്ക്ക് കൂടി, ആഴ്ചയിൽ 1-2 പണി പോലും കിട്ടാതായി. ആ സമയത്ത് മറ്റൊരു സഹോദരൻ ഈ ആളോട് പറഞ്ഞു, ഈ ഇങ്ങനെ ശ്വാസം മുട്ടി പ്രയാസപ്പെടേണ്ട, എനിക്ക് ബിസ്മി പരിചയപ്പെടുത്തിയാൽ ചെന്നാൽ എനിക്ക് മരുന്ന് കിട്ടും, ഭക്ഷണം കിട്ടും, മറ്റു വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും, ഞാൻ പറഞ്ഞോളാം, അവിടെയുള്ള ആളുകൾ എനിക്ക് പരിചയം, ഞാൻ അങ്ങോട്ട് വരാവാന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, ആഴ്ചയിൽ 2 പണിയെങ്കിലും കിട്ടിയാൽ നമ്മളൊരാളെ ആശ്രയിക്കണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആ സഹോദരൻ പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിൽ പോയി പറയണം, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തോളാം, അതിൻ്റെ ആളുകൾ എനിക്ക് പരിചയമുണ്ട്, അപ്പോൾ ആവശ്യം ഉണ്ടാവും പോവാന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഈ സഹോദരൻ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഷീറ്റ് കാണിച്ചു വന്നു. ഡോക്ടർ നോക്കി, അയാൾക്ക് എല്ലാ സഹായത്തിനും അർഹനാണ്, പെട്ടെന്ന് ചെയ്തു കൊടുക്കണം, ആസ്പത്രി പറഞ്ഞേക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്താൽ. അങ്ങനെ വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോഴാണ് അറിയണത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ. കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളൊരു സ്നേഹിതൻ നോമ്പ് അവസാനത്തെ 10 മരിച്ചല്ലോ, ആ സഹോദരനാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞത്. അപ്പോഴാണ് ആ പറഞ്ഞ ആഴ്ച സഹോദരൻ കഴിഞ്ഞ റംസാൻ അവസാനത്തെ 10 വീട്ടിൽ നിന്ന് അത്താഴമൊക്കെ കഴിച്ച് പള്ളിക്ക് നടന്നു വന്നു. സുബൈൻ്റെ മുന്നിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, കൈ കെട്ടി. 1 റക്അത്തായപ്പോഴത്തേന് അവിടെ കുഴഞ്ഞു വീണ് പള്ളിയിൽ തന്നെ മരിച്ചു. ആ സഹോദരൻ മരിച്ചിട്ടിപ്പോൾ ഒരു മാസത്തിന് നോമ്പ് അവസാനത്തെ 10 ഈ സഹോദരനോട് അന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരൻ പോകുന്നില്ല, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ. ഇപ്പോൾ ആ സഹോദരന് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഒന്നിച്ചു വന്ന് തോന്നുകയാണ്, അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയി നോക്കാം. പക്ഷെ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുമ്പോഴും എന്നെ കാണുമ്പോഴും ഡോക്ടറെ കാണുമ്പോഴൊന്നും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞയച്ചിട്ടാണ് വന്നതൊന്നും പറയാതെ തന്നെ സഹോദരൻ പോയത്. വീട്ടിൽ ചെന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് നമുക്ക് എന്തൊരു പാടുള്ള വെച്ചാൽ, ആ മനുഷ്യൻ പള്ളിക്കാട്ടിൽ കവറിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞ ആൾ അന്ന് പറഞ്ഞ ആ ഒരു നല്ല വാക്ക്, ഒരു സന്മനസ്സുള്ള വാക്ക്
അവിടെ പോയാൽ ബുദ്ധിമുട്ടാവില്ല, പട്ടിണി കിടക്കില്ല, മരുന്ന് കിട്ടും, വേണ്ടതൊക്കെ ചെയ്യും, ഒന്ന് പോയാൽ മതി, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞപ്പം പോയിരുന്ന സഹോദരൻ ഇപ്പോൾ എല്ലാ ഗതി മുട്ടിയ സമയത്ത് ഓർമ്മ വേണം, അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, പോയി വെക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സഹോദരൻ ഇവിടെ വന്നു. ഇവിടുന്ന് ഒരു മാന്യമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. രാത്രി ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ, മരുന്ന് ശേഷം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ 18 മണിക്കൂർ വെക്കണം. അതില്ലാതെ അങ്ങോട്ട് വന്നപ്പോഴാണ് ഈ വലിവ് കൂടിയത്. പെട്ടെന്ന് വീട്ടിൽ പോയി അത് വെച്ചപ്പോൾ ആശ്വാസം കിട്ടി. പക്ഷെ പോണ വഴിയിൽ ഈ ശ്വാസം മുട്ടി അങ്ങേയറ്റ ഇടങ്ങറാണ് കൂട്ടത്തിൽ. ആ സഹോദരൻ ചെയ്ത പണി, ഈ സഹോദരൻ ഡോക്ടറെ കാണാൻ ഇവിടെ വരുന്ന സമയത്ത് ഭാര്യ ഉണ്ടായിരുന്നു കൂടെ. ആ ഭാര്യനും കൂട്ടി ആ ഇദ്ദയിലിരിക്കണ സഹോദരനെ കാണാൻ പോയി. അതായത് അന്ന് ഇവിടെ പോകാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത സഹോദരനെ കാണാൻ സാധിക്കില്ല, അവൻ പള്ളിക്കാട്ടിലാണ്. പക്ഷെ ആ സഹോദരൻ പറഞ്ഞതിനൊരു പ്രചോദനം ഉൾക്കൊണ്ട് ഇവിടെ വന്നപ്പോൾ വളരെ മാന്യമായ ഒരു പരിഗണന കിട്ടി. ആ സന്തോഷം പറയാൻ ഇതിലിരിക്കുന്ന സഹോദരിനെ കാണാൻ സ്വന്തം ഭാര്യയും കൂട്ടിപ്പോയി. ആ സന്തോഷം കൂടി ഞങ്ങളോട് പങ്കുവച്ചു. സത്യത്തിൽ ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്, ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു നന്മ ചെയ്തു. അതുപോലെ തന്നെ ആ സഹോദരൻ്റെ മരണവും ഉണ്ടായത്. നോമ്പ് അവസാനത്തെ 10 അത്താഴം കഴിച്ച് പള്ളിയിൽ വന്ന് പ്രധാനപ്പെട്ട 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ കൈ കെട്ടി അവിടെ വീണു, മരിച്ചുപോയി. അപ്പോൾ ഒരു സന്മനസ്സായിട്ട് പോയി, സന്മനസ്സോടുകൂടി ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചൊരു മനുഷ്യൻ്റെ മരണം ഇങ്ങനെ തന്നെ കണ്ട്. അങ്ങനെ അപ്പോൾ ആ സഹോദരൻ്റെ ഖബർക്ക് കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ പോയ സമയത്ത് ഒരുപാട് ആശ്വാസം കൊടുക്കാൻ പറ്റി. എന്തായാലും ഇനി അടങ്ങാറാണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്നുള്ളൊരു വാക്ക്. ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു സുബ്ഹാനല്ലാഹ് പറയാനോ ഒരു അൽഹംദുലില്ലാഹ് പറയാനോ ഒരു ദിക്റെല്ലാം നമസ്കരിക്കാനോ, അവിടെ കർമ്മങ്ങളുടെ ലോകമല്ലല്ലോ, ഇവിടെയാണ് കർമ്മങ്ങളുടെ ലോകം. അവിടെ കർമ്മങ്ങളില്ല, അവിടെ ചെയ്ത നന്മകളും തിന്മകളും തുലം ചെയ്ത് അതനുസരിച്ച് കിട്ടുന്ന ശിക്ഷകളെ അനുഭവിച്ച് കിടക്കാൻ വിധിക്കപ്പെട്ട ഒരു ഖബറിലും പരലോകത്തും ഒരു 10 പൈസ മുടക്കാതെ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ ആ ഒരു നല്ല മനസ്സുകൊണ്ട് നന്മകൾ വാരിക്കൂട്ടി ഖബറിൽ കിടക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കിട്ടുന്ന ഇവിടുന്ന് കൊടുക്കണ ഓരോ നന്മ കിട്ടുമ്പോഴും പഠിച്ചോനെ ഇന്ന ആൾ പറഞ്ഞിട്ടാണല്ലോ ഞാൻ അവിടെ പോയത്, ആ ഒരു മനസ്സിനുള്ളൊരു തേട്ടം അത് മറ്റേ സഹോദരൻ്റെ ഖബർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിൽ നമ്മളൊന്ന് ആലോചിക്കാം, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ല. മിഞ്ഞാന്ന് വൈകുന്നേരം ഒരു സഹോദരി വിളിച്ചു, കക എൻ്റെ നാട്ടിലൊരു മദ്രസാധ്യാപകൻ മരണപ്പെട്ടിട്ടുണ്ട്, ചെറിയ കുട്ടികളാണ്, ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, നിങ്ങൾ ആ കുട്ടികളെ ഏറ്റെടുക്കുമെന്ന്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. പക്ഷേ ഈ പറയുന്ന സഹോദരി ആരാണ്? ചില സഹോദരിൻ്റെ ഭർത്താവ് ബുദ്ധി വളർച്ചയില്ലാത്ത ആളാണ്. എന്ത് കൊടുത്താലും ചുരുക്കും, എന്ത് പറഞ്ഞാലും ചുരുക്കും, കാണാൻ നല്ല പേഴ്സണാലിറ്റി ഉള്ള, ചിരിക്കാനല്ലാതെ ഒന്നും അറിയാത്തൊരു ഭർത്താവ് ഇങ്ങനെയാണ് ആ സഹോദരി പോറ്റുന്നത്. 2 ചെറിയ മക്കളുണ്ട്. ആഴ്ചയിൽ ദിവസം ഒരു പള്ളിയിൽ ക്ലീനിങ്ങിന് പോകും. ഞങ്ങളൊരു യാത്രാമധ്യ പള്ളി കയറിയപ്പോൾ പള്ളിയിൽ നിന്നൊരു സഹോദരി സ്ഥലം പള്ളിൻ്റെ ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ ഇവിടെ ചെറിയൊരു പെൻഷൻ വാങ്ങുന്ന സഹോദരിയാണ്. അപ്പോൾ ഭർത്താവും കൂട്ടിനൊന്നും ഇരിക്കുന്നുണ്ട്. ബുദ്ധി വളർച്ചയില്ലാത്ത ഭർത്താവിനെ പള്ളിൻ്റെ കോമ്പൗണ്ടിലിരുത്തി അവിടെ അടിച്ചേരി അത് ചുട്ട് വൃത്തിയാക്കി പള്ളി വ്യാഴാഴ്ച രാത്രി പള്ളി പരിസരം വൃത്തിയാക്കി ചെറിയ പൈസ കിട്ടും. നമ്മളിവിടുന്ന് ഒരു പെൻഷൻ കൊടുക്കും. അവിടെ ഒന്നും ഓടി എത്തിയിട്ടില്ല. പക്ഷെ നല്ലൊരു മനസ്സുണ്ട് അതിൻ്റെ അടുത്ത്. ആ മദ്രസയിലൊരു അധ്യാപകൻ, എന്തായാലും അവിടെ ആഴ്ച ദിവസം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സഹോദരനെക്കാട്ടിൽ ഉയർന്ന പോസ്റ്റിലുള്ള ആളാണല്ലോ ഒരു മദ്രസ അധ്യാപകൻ. അത് ആ അധ്യാപകൻ മരിച്ചപ്പോൾ അധ്യാപകൻ്റെ ഭാര്യേൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളിൻ്റെ കൂടെ വരണം കേട്ടോ. പക്ഷേ ഈ സഹോദരി അവിടെ കണ്ടെത്തിയ മനസ്സ്, ഇത് കഴിയാൻ ഇതിൻ്റെ കാലാവധി തീരുന്നതിന് മുന്നേ അവിടെ ബുദ്ധിമുട്ടുണ്ടാവും കാക്ക, നിങ്ങൾ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ഇവിടെ പേര് എഴുതിയേക്ക്, ഞാൻ ആരെങ്കിലും പെൺകുട്ടികളാരും പറഞ്ഞേക്കാം, ഒരു ഇద్దലല്ല, എന്താ വേണ്ടി ചെയ്യാം, നിങ്ങൾ വന്നോളിയാണ്. പക്ഷെ നിങ്ങൾ ഉടനെ വരുന്ന വിവരം അവരോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് പോകാമെന്നും ആ സഹോദരി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം കേട്ടോ, അവിടെ ബുദ്ധിമുട്ടാണ് എന്ന് പറയണത്. ഇവിടുന്ന് എന്തെങ്കിലും പെൻഷൻ കിട്ടി ആഴ്ചയിൽ ദിവസം ഒരു പള്ളിയിൽ പോയി അവിടെ ക്ലീൻ ചെയ്ത്
എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് അലാലാ രീതിയിൽ 10 ഉറുപ്പിക ഇട്ടാൻ പാടുപെടുന്നൊരു സഹോദരിൻ്റെ ഉള്ളിലുള്ളൊരു സന്മനസ്സ്. ഇങ്ങനെ നല്ലൊരു സന്മനസ്സുകൊണ്ട് പുണ്യം വാരി കൂട്ടുന്ന ഒരുപാട് ആളുകൾ. ഇനി നമ്മൾ ഏത് ഗണത്തിലാണ്? ഈ നേരത്തെ പറഞ്ഞ മരണപ്പെട്ട സഹോദരനും ഇപ്പോൾ ഇവിടുന്ന് പോയി ഇവിടെ ക്ലീനിങ്ങൊക്കെ ചെയ്ത് അവിടെ പള്ളി ക്ലീൻ ചെയ്ത് 10 ഉറുപ്പിക ചെറിയ പൈസ ഒക്കെ കിട്ടി ഇവിടുന്ന് ഒരു പെൻഷനൊക്കെ വാങ്ങിപ്പോയി ഇങ്ങനെ കഷ്ടിച്ച് ഒപ്പിച്ച് പോണൊരു സഹോദരനൊക്കെ ഈ ഒരു നാട്ടിലൊരു നന്മ, എൻ്റെ പരലോകത്തേക്ക് ഒരു നന്മ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കണേ. ഇനി ഇതിൽ നിന്ന് നമുക്ക് വല്ല പാഠം, നമുക്കുള്ള ബന്ധങ്ങൾ എത്രയാണ്, നമ്മളെ കുടുംബ പശ്ചാത്തലത്തിൽ എത്രയാണ്, നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് നമ്മളെ ബന്ധങ്ങൾ എത്രയാണ്, ഇപ്പം നമുക്കുള്ള ബന്ധങ്ങൾ എത്രയാണ്, ഏതൊക്കെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്ര ആളുകൾക്ക് ഒരാശ്വാസം കിട്ടാൻ നമ്മൾ ഓരോരുത്തർ എത്ര സമയം ചെലവഴിക്കേണ്ടെന്നുള്ളത് ഞാനും എന്നോടും നിങ്ങൾ ഓരോരുത്തരോട് ആലോചിച്ചാൽ, അപ്പോൾ സമ്പത്തില്ലാതെ സന്മനസ്സുകൊണ്ട് പുണ്യം വാരി കൂട്ടുന്ന ഒരുപാട് ആളുകളിടയിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന്. ഞാൻ ഒരു യാത്രാമധ്യേ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ വന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും, ഞായറാഴ്ച ഓഫീസിലുണ്ടാകാം. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എനിക്ക് കുട്ടികളുണ്ട്, ചെറുതാണ്, വരുമാനമൊന്നുമില്ല, ഒന്ന് സഹായിക്കും നിങ്ങൾ എന്നെയെന്ന് വെച്ചു. ആയിക്കോട്ടെ, നിങ്ങളെ എങ്ങനെ നിങ്ങൾ സഹായിക്കും, നിങ്ങൾ ഞായറാഴ്ച ബിസ്മിയിൽ വന്നോളിയാണ്. ആര് നമ്പർ തന്നു ചോദിച്ചപ്പോൾ കോഴിക്കോട് യാത്രയിൽ ബസ്സിൽ സീറ്റിൽ ഇറങ്ങാൻ നേരത്തെ കുട്ടി ഒക്കത്തുണ്ടായപ്പോൾ ആരെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ കുട്ടിക്ക് ആരുമില്ല, കുട്ടീൻ്റെ വാപ്പ മരിച്ചതാണ്, എങ്ങനെ ജീവിക്കണോ, ജീവിക്കാനൊരു വഴിയില്ല, ആരെയും തന്നിട്ട് വേണം, അവസ്ഥ മോശമാണെന്ന് പറഞ്ഞപ്പോൾ ബസ് നിർത്തിയപ്പോഴേക്ക് ആ സഹോദരി ഇവിടുത്തെ ഒരു നമ്പർ എഴുതി കൊടുക്കണം, ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്ന്. അപ്പം ഞാൻ ഈ സഹോദരൻ ചോദിച്ചു, ആ തന്ന ആൾ ആരാണ്? ഒരു പറഞ്ഞോ എനിക്കറിയില്ല, നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. ബസ് ഇറങ്ങിയപ്പോഴേക്ക് ഒരു നമ്പർ എഴുതി തന്നിട്ട് ഇതിൽ വിളിച്ചോളി, നിങ്ങൾ പട്ടിണി കിടക്കില്ല, നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞത് മറ്റൊരു സഹോദരിയാണ്. ഇന്ന് ഒരു പക്ഷേ ആ സഹോദരി ഇവിടെ നിന്ന് പേര് രജിക്കാൻ വരുമ്പോൾ ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന പൈസയും ആ കുടുംബം അർഹതപ്പെട്ടതാണെങ്കിൽ നമ്മൾക്ക് അവർക്കൊരു സ്കോളർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ പറഞ്ഞ സഹോദരിക്ക് ഒരു പൈസ പോലും മുടക്കില്ല, നല്ലൊരു ഹൃദയം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പോയി നോക്കി എന്തെങ്കിലും ഒരു സഹായം കിട്ടും എന്ന് പറയാനുള്ളൊരു മനസ്സ്. നമ്മൾ ഒരു പ്രയാസപ്പെടുന്ന ആളെ കാണുമ്പോൾ ആ ആളെ പ്രയാസത്തിനൊരു പരിഹാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ ഒരു ഇടപെടലുകൾ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം കൊണ്ട് ആ ആൾ ഹൃദയത്തിൽ എത്ര മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നൊരു ചിന്ത നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈസ ഒന്നും ഇല്ലാതെ ഈ ഒരു നല്ലൊരു മനസ്സ് കൈമുതലാക്കിയാൽ ഒരുപാട് ആളെ സഹായിക്കാൻ പറ്റും. കുറച്ച് മുന്നേ മറ്റൊരു സഹോദരി വിളിച്ച് അതിൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അന്നവിടെ പോയി. ഇന്നലെ പെണ്ണുങ്ങളും മോളും ബജീനിയും ഫസീലൊക്കെ ഇവിടെ കൂടി ഇന്നലെ വൈകുന്നേരം വീണ്ടും അവിടെ പോയി. ആ കുട്ടിക്ക് ഒരുപാട് ആശ്വാസം കൊടുത്ത് തിരിച്ചു പോകുന്നവർ. പിന്നുള്ള സംസാരത്തിൽ പിന്നെ ഇന്ന് രാവിലെ സുബഹിക്ക് ശേഷം മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ആരുമില്ലാത്ത എനിക്ക് ആരൊക്കെ ഉണ്ട്. ആയ കാലത്ത് ഒരു ഗ്രാജുവേഷൻ ഒക്കെ ഉള്ള ഒരു കുട്ടി ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയ സമയത്ത് ഞാനൊന്നുമല്ലാതെ ആയി തോന്നുമ്പോൾ ഞാൻ ചവിട്ടി താഴ്ത്തി നിലത്ത് വീണ് കിടക്കുമ്പോൾ ഇന്നെ പൊക്കിയെടുക്കാൻ അള്ളാഹു ആളെ നിയോഗിച്ചു. ഒരു 3-4 സഹോദരിമാർ, നിങ്ങളെ ഭാര്യ, നിങ്ങളെ മകൾ, നിങ്ങളെ പ്രവർത്തകരായ 2 സഹോദരിമാർ എന്നെ കൈ പിടിച്ച് പൊന്തിച്ചു. അള്ളാഹ് അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കും, ഒരള്ളാഹ് രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു കണ്ണീര് കുതിർന്നൊരു മെസ്സേജാണ് ഇന്ന് രാവിലെ ഫോൺ എടുക്കും. അതിൽ എനിക്ക് എത്ര മുടക്കമുള്ള ഒരു 10-30 കിലോമീറ്റർ വണ്ടി ഓട്ടുന്നുള്ളൊരു പണി മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ആ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ കയറില്ല, അന്ന് ഞാൻ കയറിയതാണ്, നിങ്ങൾ പോയി ആവശ്യത്തിന് ഞാൻ താഴെ ഉണ്ടാവും പറഞ്ഞു. സത്യത്തിൽ ആ സഹോദരൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോഴാണ് ഒരു ലാബിൽ രക്തം പരിശോധിക്കാൻ നിൽക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ കൊടുത്തിട്ട് പോയാൽ റിസൾട്ട് കിട്ടാൻ 1.5 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വരണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പൈസ കൊടുക്കേണ്ട, ആ സമയമായിട്ട് ഇന്ന് ചിലവഴിക്കലാണ് പലപ്പോഴും. ഈ സമയത്ത് അങ്ങാണോ ഒരാൾ എന്താണ് ജീവിതം അങ്ങനെ ചോദിച്ചപ്പോൾ എന്നാൽ മരുന്നിന് ബുദ്ധിമുട്ടില്ല ആകണമെങ്കിൽ പോയി നോക്കി നമ്പർ കൊടുത്തു. ഈ ആളും നമ്മളെ പരിചയമുള്ള ആളല്ല, ഇന്ന പരിചയമുള്ള ആളല്ല, എന്തായാലും
ഇവിടെ സെൻറ്ററിൻ്റെ അവിടെ പോയി നോക്കി എന്ന് പറഞ്ഞാൽ ആ നമ്പർ കിട്ടി. നമ്മൾ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുക. അതിന് കോയമ്പത്തൂർ പോയി ചികിത്സിക്കാനുള്ള പൈസ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പോയപ്പം കൊടുത്തു. കഴിഞ്ഞ ആഴ്ച വീണ്ടും അതിന് പ്രയാസമുണ്ടെന്ന് സംസാരത്തിന് മതി വീണ്ടും കോയമ്പത്തൂർ പോകണമെങ്കിൽ പൈസ ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ ആ പൈസ ഒരു അഡ്വാൻസ് പൈസ കയ്യിൽ പിടിച്ചിട്ട് ധൈര്യം നിന്നോളി, എപ്പോഴാണോ ആസ്പത്രിയിൽ പോകേണ്ടി വന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് പോവാം എന്നുള്ളൊരു ധൈര്യം കൊടുക്കാൻ പറ്റി. സത്യത്തിൽ ഈ ചിത്രത്തിൽ ഇല്ലാതെ കിടക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ പറഞ്ഞൊന്നും നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ നമുക്ക് എത്ര നല്ലൊരു അവസരം കിട്ടി. ഏകദേശം ഒരു മണിക്കൂറോളം ഇവർ നാലാളോടെ ഇരുന്ന് ആ സഹോദരനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ആ സഹോദരൻ്റെ ഹൃദയത്തിലുണ്ടായ സന്തോഷത്തിന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അപ്പോൾ ഇവിടെ ഈ പോയ സഹോദരിമാരാരും അതിൽ സമ്പത്ത് മുടക്കിയിട്ടില്ല. അവർക്കൊരു ആശ്വാസ വാക്കുകൾ കൊടുക്കാൻ പറ്റി. മറ്റേ സഹോദരി പോയി നോക്കിച്ചു കുടുങ്ങൂല എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഓർഫൻ കെയറിലിപ്പോൾ 1300 ചില്ലാനം സഹോദരിമാരോട് ഒരാളോട് പോലും നമ്മളാരും ഇവിടെ ഒരു അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. ഇവിടെ ഭർത്താക്കന്മാർ മരിച്ച ആൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കും, നിങ്ങളെല്ലാവരും വന്നോളി, അപേക്ഷിച്ചിട്ട് വന്നോളി, ഓൺലൈനിൽ അപേക്ഷിച്ചോളി, അല്ലെങ്കിൽ ഞായറാഴ്ച വന്ന് അപേക്ഷിച്ചോളി. നമ്മളാരും ഒരു പരസ്യം ചെയ്തിട്ടില്ല. ഇവിടെ വരുന്ന ഓരോ ആളുകളോടും നിങ്ങളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ആളുകൾ പറയൽ ഇവിടെയുള്ള സഹോദരിമാരെ കുടുംബത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അങ്ങനെയെങ്കിലും ചെറിയ അടുപ്പ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെ ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു, സ്കൂളിൽ പോയപ്പം PTA മീറ്റിങ്ങിൽ പോയപ്പോൾ കണ്ടു, കുട്ടികളെ ബാപ്പ വന്നിട്ട് ചോദിച്ചു, കുട്ടിയൊക്കെ ബാപ്പയില്ല. ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടതും സ്കൂളിൽ നിന്ന് കണ്ടതും നഴ്സറിയിൽ നിന്ന് കണ്ടതും പീഡിയയിൽ ചില്ലാനം വാങ്ങാൻ ചെല്ലുമ്പോൾ പീഡിയയിലെ സാധനം മടക്കി ഈ പൈസ കുറഞ്ഞപ്പോൾ സാധനം അകത്തേക്ക് വാങ്ങിച്ച് ഉള്ള പൈസക്ക് കൊണ്ടുപോയി പൈതി ചിന്തിയപ്പോൾ പൈതിയാണ്ട് അകത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ ആ കണ്ണീര് കണ്ടപ്പോൾ അടുത്തിരിക്കുന്ന സഹോദരി ചോദിച്ചു, ഇന്നാലും വിഷമിക്കേണ്ട, ഇന്ന സ്ഥലത്ത് പോയിക്കാണെങ്കിൽ എനിക്ക് ചില്ലാനം കിട്ടും, വീട്ടിൽ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നു, പീഡിയൻ്റെ തിണ്ടെന്ന് പറഞ്ഞ ആളുകൾ. ഇങ്ങനെ ആസ്പത്രിയിൽ നിന്ന് പറഞ്ഞോലും വാഹനത്തിൽ നിന്ന് പറഞ്ഞോലും ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞ ആളുകളാണ്, പറഞ്ഞ് കേട്ടറിഞ്ഞിട്ടാണ് നല്ലൊരു ശതമാനം ആളുകളോട് എത്തിയത്. അത് ഇവിടെ ഒന്നുമല്ലല്ലോ. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നാണെങ്കിലും കോഴിക്കോട് ജില്ലയിൽ നിന്നാണെങ്കിലും അങ്ങകലെ 100-150 കിലോമീറ്റർ വരുന്ന തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൻ്റെ മലയോര മേഖലകളിൽ നിന്നാണെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ നമ്മളാരും അവിടെ പോയിട്ട് ഒരു പരസ്യം ചെയ്തിട്ടില്ല. പക്ഷെ അവിടെയൊക്കെ ഒരു നല്ല സന്മനസ്സുള്ള കുറേ ആളുകൾ ഒന്ന് പോയി നോക്കി എന്തെങ്കിലും കിട്ടും. പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ യശ്ഫഉ ശഫാഅത്തൻ ഹസനത്തൻ യകുൻ ലഹു നസീബുൻ മിൻഹാ വമൻ യശ്ഫഉ ശഫാഅത്തൻ സയ്യിഅത്തൻ യകുൻ ലഹു കിഫ്ലുൻ മിൻഹാ വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത. ആരെങ്കിലും ഒരു നല്ലതായ ശുപാർശ ചെയ്യുന്ന പക്ഷം അവന് അതിൽ നിന്ന് ഒരു ഓഹരി ഉണ്ടായിരിക്കും. ആരെങ്കിലും ഒരു ദുഷിച്ചതായ ശുപാർശ ചെയ്യുന്ന പക്ഷം അവന് അതിൽ നിന്നൊരു പങ്കും ഉണ്ടായിരിക്കും. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാകുന്നു, അഥവാ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. അപ്പം നമ്മൾ ഒരു നന്മ ശുപാർശ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ഇപ്പം ഈ പറഞ്ഞ ആളുകളിലുള്ള ഒരുപാട് എനിക്ക് പരിചയപ്പെട്ട ഞാൻ ചോദിച്ചു പോയ എല്ലാ സഹോദരിമാരും ഈ ഗണത്തിലാണ് പറഞ്ഞത്. ഇവരൊന്നും സമ്പന്നന്മാരല്ല. ഒറ്റപ്പെട്ട 1-2 സഹോദരിമാർ ഞാൻ അവരുടെ നമ്പറിന് തിരിച്ചു വിളിച്ചപ്പോൾ 1-2 ആളുകളൊക്കെ നമുക്ക് അപ്പോഴെങ്കിലും എന്തെങ്കിലും സഹായിക്കുന്ന സഹോദരിമാരാണ്. ഇതൊന്നും ഒരു വെറുതാവില്ല. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നമ്മൾ എപ്പോഴും പരിചയമുള്ളതാണ്, സൂറത്ത് യാസീനിലെ ഇന്നാ നഹ്നു നുഹിയൽ മൗത വ നകുതുബു മാ ഖദ്ദമു വ ആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ. നിശ്ചയമായും നാം മരണപ്പെട്ടവർ ജീവിപ്പിക്കുന്നു, അവർ മുൻ ചെയ്തു വച്ചിട്ടുള്ളതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ കാര്യവും തന്നെ ഒരു സ്പഷ്ടമായ മൂലരേഖയിൽ നാം കണക്കാക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ പറഞ്ഞ അവർ മുൻ ചെയ്തു വച്ചിട്ടുള്ളതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും, അതിൻ്റെ പ്രതിഫലമല്ല, നമ്മൾ ചെയ്ത് പറഞ്ഞു പോയ വാക്കിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കിട്ടും എന്നാണ് അല്ലാഹു തആല ഇതിൽ പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയ സംഗതികൾ പ്രസാദം പറഞ്ഞത് ഈ അബ്ദുല്ലാഹി ഇബ്നു ബജൽ അല്ലാഹു ഉദ്ധരിക്കുന്നു, ഒരാൾ ഒരു നല്ല നടപടിക്രമം നടപ്പിലാക്കിയാൽ അവന് അതിൻ്റെ പ്രതിഫലവും അവന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലവും അവരുടെ പ്രതിഫലങ്ങളിൽ ഒട്ടും കുറവ് വരാതെ തന്നെ ഉണ്ടായിരിക്കും.
ഒരാളൊരു ദുഷിച്ച നടപടി നടപ്പിലാക്കിയാൽ അവന് അതിൻ്റെ കുറ്റവും അതനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു കുറ്റവും അവരുടെ കുറ്റങ്ങളിൽ ഒട്ടും കുറവ് വരാതെ തന്നെ ഉണ്ടായിരിക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനക്കത്തുമുമ കദ്ദമു ആസാറഹും എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഓതി എന്നാണ് ഈ ഹദീസിലുള്ളത്. അപ്പോൾ സത്യത്തിൽ നമ്മളൊരു നന്മ നടപ്പിലാക്കിയാൽ, നമ്മളൊരു നന്മ പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം അത് നമുക്ക് കിട്ടുമല്ലോ. ആ അർത്ഥത്തിൽ നമ്മൾക്കുള്ള ബന്ധങ്ങൾ, നമ്മളെ പേഴ്സണൽ കോണ്ടാക്റ്റുകൾ, നമ്മളെ കുടുംബ ബന്ധങ്ങൾ, നമ്മളെ കൂടെ പഠിച്ച ആളുകൾ, എത്ര ബന്ധങ്ങളുണ്ടാവും. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അത് മെനക്കെട്ടാൽ നമുക്ക് നല്ല പ്രതിഫലം കിട്ടും. പക്ഷെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയാൻ നമുക്ക് ഒരു മടി, റെക്കമെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളോട് ശുപാർശ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരാളെ കാര്യം പറയുക, അതിനുവേണ്ടി ഒന്ന് ഇറങ്ങി പുറപ്പെടുക. നമ്മൾ സാധാരണ ഇവിടെ ഒരുപാട് തവണ പറഞ്ഞതാണ്, മദീനത്തെ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാളെ പ്രയാസം കണ്ടപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ പിന്നാക്ക് പൈസ കൊടുക്കാണ്ടെന്നും അതൊന്ന് നീട്ടി കിട്ടിയാൽ തിരക്കണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടെന്നും, ഇറങ്ങിപ്പോരുമ്പോൾ താങ്കൾ ഈ പള്ളിയിൽ ഇത്തികാഫല്ലെന്ന് പറഞ്ഞതും, അപ്പോൾ ആ കബറിൽ കിടക്കുന്ന ആൾ ഇന്നത് പറഞ്ഞിട്ട് ഒരു മാസം ഇന്ന പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നതിന് പുണ്യമാണ്, അത്ര അതിലധികം പുണ്യം കിട്ടും. മാസം നിന്നും വർഷം നിന്നും പലരും പല രൂപത്തിൽ പലതും കാണുന്നുണ്ട്. എന്തായാലും അവിടെ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കേണ്ടി പുണ്യം കിട്ടും, ഒരു മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കാനൊന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ മറ്റൊരാളെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ആത്യന്തികമായിട്ട് എത്തിപ്പെടുന്ന രംഗം. ഒരാളെ പ്രയാസം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഒരാൾക്കൊരാശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുന്ന ഓരോരോ സ്റ്റെപ്പും, അതിനുവേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ട ഓരോരോ മിനിറ്റുകളും, അതിനുവേണ്ടി നമ്മൾ സംസാരിക്കേണ്ട ഓരോ കിതപ്പുകളും, അതിനുവേണ്ടി നമ്മൾ സംസാരിക്കാൻ ഇറങ്ങിപ്പെടുമ്പോഴുള്ള ഓരോ തുള്ളി വേർപ്പുകളും, ആ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ട ഓരോ മാനസിക വേദനകളും ശാരീരിക വേദനകളും എല്ലാം അത് നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷിക്കുകയാണെങ്കിൽ നേരത്തെ കുഞ്ഞുമോൻ സൂചിപ്പിച്ച പോലെ നമുക്കത് പരലോകത്തേക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി കിട്ടുമല്ലോ. മറ്റുള്ളൊരു മനുഷ്യൻ്റെ വേദന കാണുമ്പോൾ ആ വേദനക്ക് അറുതി വരുത്തി എനിക്ക് എന്ത് സാധിക്കും, എൻ്റെ വാക്കുകൊണ്ട് സാധിക്കും, എൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് സാധിക്കും, എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു ലൈനിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയതാണ്, നിങ്ങൾ പോലിട്ടോ പറഞ്ഞു. ആയിക്കോട്ടെ പോലാറ്. ഞങ്ങൾ വണ്ടി ആദ്യം അവിടെ എത്തി. അപ്പം ഞങ്ങളൊരു മസാലക്കടയിൽ കയറി കുട്ടികളാരോ ചോദിച്ച് എന്താ ഈ അവസ്ഥ. നല്ല മനുഷ്യന്മാരായിരുന്നു. ആൾ നല്ല മനുഷ്യന്, അയാൾക്ക് എന്ത് പറ്റിയില്ല, അയാളപ്പോൾ കാണാനില്ല. 3 കുട്ടികളുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഞങ്ങളെ കാറിൻ്റെ കളറ് പറഞ്ഞു. ഒരു പച്ച കാറാണ്. ആ കാറ് കാണുമ്പോൾ നിർത്തിക്കോളി, ഈ റൂട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി വണ്ടി നിർത്തുന്നതിൻ്റെ മുന്നേ ഒരു കുട്ടി ചാടി. കഷ്ടി ആ കുട്ടി കാല് നിലത്ത് വീണു. രണ്ടാമത് ആ സഹോദരിയും ഇറങ്ങാൻ പോയി. ഞാൻ അങ്ങോട്ട് ഓടി, എൻ്റെ എല്ലാം വയ്യാത്ത കാര്യം ഞാൻ അങ്ങോട്ട് ഓടിച്ച് ചെന്നിട്ട് തന്നെ ഇറങ്ങല്ലേ, വണ്ടി ഓടി നിർത്തിക്കോട്ടാണ്. അപ്പോൾ ഇതിന് വേറെ വണ്ടി ബ്ലോക്കായി. നിങ്ങൾ അവിടെ ഓടിയെങ്കിൽ നിർത്തിക്കോളൂ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞങ്ങൾ പോയിപ്പോന്നുള്ളൊരു ഭയം. ഒരു കുട്ടീൻ്റെ ഒക്കത്ത് മറ്റേ ചാടി കുട്ടി 12 വയസ്സായിട്ടുണ്ട്. മറ്റൊരു പെൺകുട്ടി നിന്നിട്ട് പോര് ഈ ഉമ്മ റോഡ് ഓട്ടോറിക്ഷ നിർത്തിയിട്ടുണ്ട്. ഞാൻ ആ ഓട്ടോറിക്ഷ ചാടി നിൽക്കുമ്പോൾ അമ്മ പറയണേ, കാക്കെ വിശന്നിട്ട് വയ്യ. വിശപ്പ് മാറ്റാനാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ആരെൻ്റെ കൂടെ ഉള്ളത്, സീതാലക്കുടി സാഹിബോ സലാമോ ഷഫീർ ആരാ, പിന്നെ അജിൻ്റെനോ ചോദിച്ചു നോക്കി വേണമെങ്കിൽ. ഞാൻ വെറുതെ അതിശോക്തിക്കൊന്നും പറയല്ല, വിശപ്പുണ്ട്. അത് പറയുമ്പോൾ ആ പെൺകുട്ടി ഉമ്മാൻ്റെ നോത്തുക കൊണ്ടൊരു രംഗണ്ടേ, സഹിക്കാൻ കഴിയാത്ത രംഗം. അപ്പോൾ ആ സഹോദരി പറഞ്ഞ് പീടിയെ കുറച്ച് പൈസ കൊടുത്തു. എത്ര പൈസ? 500 റുപ്യൻ്റെ താഴെ. അപ്പോൾ നമുക്ക് കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തു. കുറച്ച് പൈസ അവരെടുത്ത് കൊടുത്തു. നിങ്ങളിഞ്ഞ് പട്ടിണി കിടക്കേണ്ടി വരില്ല. എന്ത് പറ്റിൻ്റെ ഭർത്താവിനറിയാം, നല്ല നോക്കിയ മനുഷ്യൻ ഈ ഒരു സമയത്ത് വേറൊരാളെ കൂടെ അങ്ങോട്ട് പോയി. പീഡിയക്കാർക്കൊന്നും അത് അറിയില്ല. വിഷമിക്കേണ്ട, ആ പീഡിയയിലെ പൈസ കൊടുത്താൽ കയ്യിൽ വെച്ചോളി, നിങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞ സമയത്ത് പോരാൻ നേരത്തെ പറഞ്ഞ വിശപ്പിനെന്തെങ്കിലും കിട്ടിയാൽ മതി കേട്ടോ എന്നൊരു പറച്ച്. സഹിക്കാൻ കഴിയില്ല, കേട്ട് നിൽക്കാൻ കഴിയാതെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മറ്റൊരു വീട് പോയി തിരഞ്ഞു. ലൊക്കേഷൻ വിട്ടുനിന്ന് വീട് ചെന്ന് നോക്കുമ്പോൾ കൊട്ടാരങ്ങൾ മാത്രമുള്ള ഒരു ഏരിയ, നല്ല നല്ല വീടുകൾ, അസാധ്യമായ 2 ആൾ നിന്ന് ചാടിയ പൊന്താത്ത ഉയരത്തിലുള്ള കോമ്പൗണ്ട് വാളുകൾ.
ആ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു അപ്സ്റ്റെയറുള്ള നല്ല ചുരുക്കമുള്ളൊരു വീട്ടിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു പുറത്തിറങ്ങി വന്നു. അപ്പോൾ പേരെന്താണെന്ന് ചോദിച്ചാൽ ആരെ ഇന്ന് ഈ സദസ്സിൽ ഞാൻ പരിചയമുള്ളപ്പോൾ ഉമ്മ ഡോക്ടർ വീടാണ് കുറച്ച് നല്ല വീടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സേലക്കുട്ടി സാഹിബിൻ്റെ വീട്, അബ്ബാസഖാൻ്റെ വീട് ഒക്കെയാണ് അത്യാവശ്യം നല്ല വീട് കാണുന്നത്. ശിവരൊക്കെ ഉള്ളേക്കാട്ടും നല്ല വീട്, ഇവരൊക്കെ ഇന്ന് താമസിക്കാൻ നല്ല വീട്. 3 ചെറിയ കുട്ടികൾ വരുമ്പോൾ അത് ഭർത്താവ് ഗൾഫിലുണ്ടായ കാലത്ത് ഉണ്ടാക്കിയാണ്. ഭർത്താവ് അവിടുന്ന് മരിച്ചുപോയി. നിങ്ങൾ വരെ ഇരിക്കുകയെന്ന് പറഞ്ഞു. സലാം സാഹിബ് അപ്പം എന്തായാലും കണ്ണുകിപ്പെട്ട് എത്തേണ്ട കണ്ണും തുറച്ചിട്ടോ അറിയില്ല, അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഒരു ഭയങ്കരമായ ഒരു ബംഗ്ലാവ് പുറത്ത് കണ്ട് നോമ്പിന് സക്കാത്തിൻ്റെ പൈസ എന്തെങ്കിലും തരുമെന്ന് ഒരു ചെറുപ്പക്കാരി സഹോദരി 3 കുട്ടികളമ്മ അങ്ങനെ പറയുന്നൊരു രംഗം. ഒന്ന് അപ്പുറത്ത് കണ്ടത് ഒരു തലത്തിലും അവിടെയും വിശപ്പാണ് പ്രശ്നം, ഈ വീട്ടിലും വിശപ്പാണ് പ്രശ്നം. ആ വീട്ടിൽ വിശപ്പിന് ആരോടും ചോദിക്കും ചിലപ്പം ആരെങ്കിലും ഭർത്താവിനെ കൊണ്ട്. ഈ വീട്ടിനുള്ളിൽ പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും അറിയില്ല. കാരണം ആ സഹോദരൻ്റെ പ്രായവും കോലും ചെയ്യലും ആ വളർന്ന സെറ്റപ്പുകളും കാണുമ്പോൾ ഒരു മനുഷ്യനവിടെ ബെല്ലടിച്ചിട്ട് സംഭാവനക്കല്ലാതെ ഒരു 10 കിലോ അരി ആ വീട്ടിലാരും കൊണ്ടുപോയി കൊടുക്കില്ല. ആ സഹോദരിക്കും ഏതോ ആരോ കൊടുത്ത ഒരു മെസ്സേജിൻ്റെ അടിച്ച ഒരു അറിവ് കൊടുത്തതിൻ്റെ പേരിലാണ്. പക്ഷെ ആ സഹോദരിക്കും കിട്ടിയ ഏതോ ഒരു വാട്സപ്പ് മെസ്സേജാണ്. അപ്പോൾ ഒരു നന്മ പറഞ്ഞാൽ, ഒരു നന്മ നമ്മൾ പറഞ്ഞു കൊടുത്താൽ നമ്മളെ ഖബർക്ക് അത് കിട്ടും. ഇന്നിവിടെ 13 ആടുകളുണ്ട്. 15,000 റുപ്യ വില വരുന്ന ആട്. 15,000 റുപ്യ വില വരുന്ന 13 ആടിന് 2 ലക്ഷം റുപ്യോളം ചിലവാണ്. ഇന്നിവിടെ വരുന്ന ഓർഫൻ കെയറിലെ ആളുകൾക്കും രോഗികൾക്കും എല്ലാവർക്കും ആട്ടിറച്ചി കൊടുക്കുക 750 ഗ്രാം. മറ്റൊരു ജില്ലയിൽ നിന്നൊരു സമയത്ത് ഒരു സഹോദരൻ രാത്രി ഒരു ദിവസം ചോദിച്ചു, രാത്രി 8 മണിക്ക് എന്നെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തെക്കൻ ഭാഗത്തേക്ക് യാത്ര ചെയ്യാണ്, നിങ്ങളൊന്ന് കാണണമല്ലോ. 10 മണിക്ക് എത്തുള്ളൂ. ഞാൻ 10 മണിക്ക് ഓഫീസിൽ നിന്ന് ഇരുന്ന് സംസാരിച്ചു. 12 മണി വരെ സംസാരിച്ചു. 12 മണിക്ക് ശേഷം കുറച്ച് പൈസ തന്നു, നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞു. അതൊരു 8 കൊല്ലം മുന്നെയാണ്. ആ സഹോദരൻ നമുക്ക് കിഡ്നി രോഗത്തിന് ചെറിയ പൈസ തരും, ഭക്ഷണത്തിന് ചെറിയ പൈസ തരും, മരുന്ന് വാങ്ങാൻ ചെറിയൊരു പൈസ തരും, ഓർഫൻ കെയർക്ക് ചെറിയൊരു പൈസ തരും. ഈ ചെറുതൊക്കെ പാടെ കൂടുമ്പോൾ വലിയ സംഖ്യയാണിത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർഫൻ കെയറിൽ കുറേ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നുണ്ട്, കിഡ്നി രോഗമുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാൻ കിട്ടുന്നുണ്ട്, മരുന്നിന് കിട്ടുന്നുണ്ട്, ഭക്ഷണത്തിന് കിറ്റിന് കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആട് കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് കുറച്ച് ആടിനെ തന്നു. ഈ കൊല്ലം ഇന്നിപ്പോൾ 300 കിലോ ആട്ടിറച്ചി ഉണ്ടാവും. 310 കിലോ ആട്ടിറച്ചി ഇന്ന് നമുക്ക് കൊടുക്കാൻ കഴിയും. ഒരു 750 ഗ്രാം വെച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എത്ര ആളുകൾക്ക് കൊടുക്കാൻ പറ്റും? ഈ മനുഷ്യനെ അന്ന് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആ മനുഷ്യനെ പരിചയമില്ല. ഏതോ ഒരാളെ ഒരു മെസ്സേജ് കണ്ടിട്ടോ കേട്ടിട്ടോ നമ്മളെ നമ്പർ നിർത്തി രാത്രി 10 മുതൽ 12 മണി വരെ ഈ സംവിധാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ 8 കൊല്ലമായി നമ്മളെ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ പുറത്തേക്കൊരു സഹോദരൻ ഉണ്ടാവുമല്ലോ, ഇതൊന്നും കാണാതെ ഇതൊന്നും അറിയാതെ ഈ മനുഷ്യ ഇത്രയൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നൊന്നും അറിയാത്തൊരു മനുഷ്യൻ ഇതിൻ്റെ പിന്നിലൊരു നന്മ പ്രോത്സാഹിപ്പിച്ചല്ലോ. അതാണ് ശുപാർശ ചെയ്താൽ ഇങ്ങൾക്കും അതിൻ്റെ ഒരു ഓഹരി കിട്ടുന്ന അള്ളാഹു തആല പറഞ്ഞു. അതായത് മൻ യശ്ഫഉ ശഫാഅത്തൻ ഹസനത്തൻ മൻ യശ്ഫഉ ശഫാഅത്തൻ ഹസനത്തൻ യകുൻ ലഹു നസീബും മിൻഹ വമൻ യശ്ഫഉ ശഫാഅത്തൻ സയ്യിഅത്തൻ യകുൻ ലഹു കിഫ്ലും മിൻഹ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത. ആരെങ്കിലും നല്ലതായ ശുപാർശ ചെയ്യുന്ന പക്ഷം, ആരെങ്കിലും ഒരു നല്ലതായ ശുപാർശ ചെയ്യുന്ന പക്ഷം അവന് അതിൽ നിന്ന് ഒരു ഓഹരി ഉണ്ടായിരിക്കും. ഒരു നല്ല ശുപാർശ ചെയ്താൽ അതിലൊരു ഓഹരി കിട്ടും. ഇപ്പോൾ ഈ മനുഷ്യന് ഈ 8 കൊല്ലോ 10 കൊല്ലോ നമ്മളെ കൂടെ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആൾ നമ്മുടെ ചിത്രത്തിലൊന്നുമില്ല. അപ്പോൾ സത്യത്തിൽ ഒരു നന്മ പറഞ്ഞ് ആ സഹോദരൻ മാറിപ്പോയി. ഇങ്ങനെ തന്നെയാണല്ലോ നൂറുകണക്കിന് ആൾ, ഏകദേശം 500 ചില്ലാന ആളുകൾ നമ്മൾ ഓർഫൻ കെയറിൽ പൈസ തരുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും പൈസയൊക്കെ നമുക്ക് ഇത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റണേ. അപ്പോൾ ഒരു നന്മ ചെയ്യുക, നന്മ പറയുക, അതിനുള്ളൊരു സന്മനസ്സ്. അത് ഞാൻ പറഞ്ഞത്, സന്മനസ്സ് കൊണ്ട് സമ്പാദിക്കുന്നവർ, സന്മനസ്സുകൊണ്ട് നന്മ വാരി കൂട്ടുന്ന ആളുകൾ.
അപ്പം മരണത്തിന് മുമ്പ് ഓരോരുത്തരും ചെയ്ത എല്ലാ കർമ്മങ്ങളും അവ നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, അവർ മുൻ ചെയ്തു വെച്ചത് മാ കദ്ദമു എന്ന വാക്കിൽ ഉൾപ്പെടുന്നു. പ്രസ്തുത കർമ്മങ്ങളുടെ ഫലമായി അവശേഷിക്കുന്ന എല്ലാ നന്മകളും തിന്മകളും അവരുടെ അവശിഷ്ടങ്ങൾ അഥവാ പ്രവർത്തന ഫലങ്ങൾ ആസാറുഹും എന്ന് പറഞ്ഞതിലും ഉൾപ്പെടുന്നു. മനുഷ്യൻ മരണപ്പെടുന്നതിന് മുമ്പ് ചെയ്തു കഴിഞ്ഞ പ്രവൃത്തികൾ മാത്രമല്ല, അവൻ്റെ മരണശേഷം അവന് പുണ്യം ലഭിക്കുവാൻ ഒതുങ്ങുന്ന എല്ലാ സൽപ്രവർത്തന ഫലങ്ങളും നേരെ മറിച്ച് അവന് ദോഷം ബാധിക്കുവാൻ കാരണമായി തീരുന്ന എല്ലാ ദുഷ്പ്രവർത്തന ഫലങ്ങളും ഒന്നൊഴിയാതെ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നു. ഈ രേഖയെക്കുറിച്ചാണ് കർമ്മങ്ങളുടെ ഏട് എന്ന് പറയപ്പെടുന്നത്. ഇത് ഞാൻ എഴുതിയ വാക്കല്ല, അമാനുമോലിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അമാനുമോലി എഴുതിയ ഒരു വാക്കർത്താണ്. അപ്പോൾ അതിലിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നൊഴിയാതെ ഇപ്പം വിശ്വാസം പറഞ്ഞു, ജനങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരാണ്. പ്രവൃത്തികളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മുസ്ലിമിൻ്റെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്ന സന്തോഷമാണ്. അല്ലെങ്കിൽ അവനിൽ നിന്ന് ഒരു പ്രയാസം നീക്കുകയോ അവൻ്റെ കടം വീട്ടിക്കൊടുക്കുകയോ അവൻ്റെ വിശപ്പ് ശമിപ്പിക്കുകയോ ചെയ്യലാണ്. ഒരു സഹോദരനോടൊപ്പം ഒരാവശ്യം വീട്ടുന്നത് വരെ ഞാൻ അതിനു വേണ്ടി നടക്കലാണ് എനിക്ക് ഈ പള്ളി, അത് മസ്ജിദ് നബവിയിൽ ഒരു മാസം ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഏറെ ഇഷ്ടകരം. ഒരാൾ തൻ്റെ മുസ്ലിമായ സഹോദരനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരാവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത് വരെ നടന്നു പോവുകയാണ് എങ്കിൽ അയാളുടെ കാൽപാദങ്ങളെ അള്ളാഹു കാലുകൾ പതറുന്ന ദിവസങ്ങളിൽ ഉറപ്പിച്ചു നിർത്തും. അപ്പോൾ നമ്മളിവിടെ വരുന്ന ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാലേ നമുക്ക് മെച്ചം കിട്ടും. അപ്പോൾ ആ ഒരർത്ഥത്തിൽ നമ്മൾ ഈ അവസരം, നമ്മളെ മുന്നിൽ വരുന്ന ഓരോ അവസരവും ആ രീതിയിൽ ആവാൻ വേണ്ടി പഠിച്ചുകൊണ്ട് ഇത് പറഞ്ഞാൽ നമ്മളറിയാത്ത ഒരു സന്മനസ്സുകൊണ്ട് മാത്രം ഒരുപാട് പുണ്യങ്ങൾ വാരി കൂട്ടി പോകാൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ചെയ്താൽ നമ്മളെ പരലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടാവും. ആ രീതിയിൽ ഈ സംവിധാനത്തിനൊപ്പം നിൽക്കാൻ പഠിച്ച നമുക്ക് തൗഫീഖ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാട്ടിലും പുറത്തേക്ക്. ഇന്നിപ്പോൾ അൽഹംദുലില്ലാ 13 ആടുകൾ പനിജാവരിപ്പിന് കിട്ടി. എല്ലാ വീടുകളിൽ നിന്ന് ഇവിടെ വരുന്ന ആവശ്യക്കാരായ പാവപ്പെട്ട ആളുകളൊക്കെ വീട്ടിൽ ആട്ടിറച്ചി കിട്ടുമ്പം ഒരു വീട്ടിൽ 5 ആൾ വെച്ച് കൂടുകയാണെങ്കിൽ 400 ചില്ലാനും പൊതി എത്ര ആളുകൾ നിന്ന് ആട്ടിറച്ചി കൂട്ടും. അപ്പോൾ ആ സഹോദരന് അള്ളാഹ് ദുനിയാവിൽ ബർക്കത്ത് കൊടുക്കട്ടെ, ഏർപ്പാടിൽ ബർക്കത്തും നാളെ സ്വർഗത്തിൽ ഉന്നത പദവി ആ സഹോദരനും കുടുംബത്തിനും കൊടുക്കട്ടെ. അതുപോലെ പഠിച്ചവനെ സഹായിക്കുന്ന ആളുകൾക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. പഠിച്ചവനെ ഈ ഭൂമിയിൽ ആവശ്യക്കാരുള്ളിടത്തോളം കാലം ഈ സംവിധാനം കെടാതെ പോട്ടെ. അതിനുള്ള പൈസ മുറുക്കും തടി മുറുക്കും ഒക്കെ നല്ല പ്രതിഫലം